വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ ഒരൊറ്റ വീഡിയോയില് 100 ഹിന്ദി വേർഡ്സ് 100 നമ്മൾ മനസ്സിലാക്കാൻ പോവാ കേട്ടോ. ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. 60 ഡേയ്സ് ചലഞ്ച് നമ്മുടെ സീരീസ് കഴിഞ്ഞല്ലോ, അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷനും കൂടിയാണ്. നിങ്ങൾ തന്നെ നോക്കുക എത്രത്തോളം അറിയാം. ഇപ്പൊ പുതുതായിട്ട് കാണുന്നവരാണെങ്കിലും ഇതിൽ ഒരുപാട് നമുക്ക് അറിയുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷിക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ആർക്കെങ്കിലും ഇപ്പൊ നമ്മൾ സംസാരിക്കാനല്ലേ പഠിക്കുന്നത്, അതല്ലാതെ എഴുതാനും വായിക്കാനും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ഫോണിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹിന്ദി എഴുതാനായിട്ട് വായിക്കാനൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീക്കിലി 2 ക്ലാസ് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർക്ക്, എന്താ പറയുക, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാമായിട്ട് എഴുതാനും വായിക്കാനുമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം, ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിലാണ്. നമുക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത്, അതിനൊക്കെ നമുക്ക് ഹിന്ദിയിൽ അറിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ വീടിന് എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ, ഗർ. ഗർ എന്ന് പറഞ്ഞാൽ വീട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ, സ്റ്റെപ്പാണ്. സ്റ്റെപ്പിന് എന്താ പറയാ, എത്ര പേർക്ക് അറിയാം? സ്റ്റെപ്പിന് എന്താ പറയാ, CD. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പാണ്. ഇനി ആ ഢായിനെ ഠായാക്കിയാലോ, CT. CT എന്ന് പറഞ്ഞ സ്റ്റെപ്പല്ല, വിസിലാണ്. ഇപ്പൊ നമ്മള് കുക്കറിനൊക്കെ CT അടിക്കില്ലേ, സോറി വിസിലടിക്കില്ലേ, CT എന്നാ പറയാ. CT ബജാന എന്ന് പറഞ്ഞാൽ വിസിലടിക്കാം, അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്താ, സ്റ്റെപ്പാണ്. CD എന്നാണ് സ്റ്റെപ്പിനെ പറയാം. ഓക്കെ, സ്റ്റെപ്പ് ഇറങ്ങി ഇനിയിപ്പോ എന്താണ്, പുറത്ത് ഒരു പൂന്തോട്ടമൊക്കെ കാണാം അല്ലെ. പൂന്തോട്ടം എന്താ പറയാ, ബഗീച്ച. ബഗീച്ച, ഉദ്യാൻ എന്നൊക്കെ പറയാം കേട്ടോ. പര്യായ പദങ്ങൾ ഉണ്ടാവും. നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് അതിനെ പറയുന്നത് അത് മാത്രം നോക്കി പോവാണ് കേട്ടോ. പൂന്തോട്ടം, ബഗീച്ച. ഇനി പൂന്തോട്ടത്തിൽ പൂച്ചട്ടി ഉണ്ടാവുമല്ലോ, പൂച്ചട്ടീനെ പറയുന്നത് ഗംല. ഗംല ഗംല എന്ന് പറഞ്ഞ ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചട്ടി. അതോടൊപ്പം തന്നെ മണ്ണ്, കല്ല്, ഇതൊക്കെ നമുക്കറിയാം. മണ്ണിന് എന്താ പറയാ, മിട്ടി. മിട്ടി. അപ്പൊ മണലിന് എന്താ പറയാ, മണൽ. റേത്ത്. റേത്ത് എന്നാണ് മണലിനെ പറയാം. ഇനി കല്ലാണെങ്കിൽ പത്തർ. പത്തർ, കല്ല് കേട്ടോ. ഇനി എന്താ, ചാണകമൊക്കെ ഇടും അല്ലെ, വളമൊക്കെ ഇടും. ചാണകത്തിന് എന്താ പറയാ, ഗോബർ. ഗോബർ എന്നാണ് ചാണകത്തിനെ പറയാം. ഓക്കെ, നിങ്ങളിതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോട്ടോ. കുറേയൊക്കെ അറിയുന്നതായിരിക്കും, അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, 100 പറയുന്നുണ്ടോ ഒന്നും കൂടി അറിയണ്ടേ. ശരി. പിന്നെ വളം. വളത്തിനെ പറയുന്നത് കാത് എന്നാണ്. കാത്. കാത് എന്ന് പറഞ്ഞാൽ വളം. ഇനി എന്താ, പൂവിന്. പൂവിനെ ഫൂൽ എന്നാ പറയാം, എല്ലാവർക്കും അറിയാലോ. ഇലേനയോ, പത്ത. ഇലേനെ പറയണേ പത്ത. ഇനി ചെടി. ചെടീനെ പറയുന്നത് പോത എന്നാണ്. പോത, ചെടി. ഓക്കെ, ഇനി എന്താ, മരമാണെങ്കിൽ പേട് അല്ലെ. പേട്, മരം. മരത്തിന്റെ തടി ഉണ്ടാവും. തടീനെ എന്താ പറയാ, ലക്കടി. ലക്കടി. ഇപ്പൊ നമ്മള് മേശയൊക്കെ ലക്കടിക്കാണ്, മരത്തിന്റെയാണ് ലക്കടി കേട്ടോ. ശരി. ഇനി എന്താ, വെള്ളം ഒഴിക്കും അല്ലെ ചെടിക്കൊക്കെ. വെള്ളത്തിന് എന്താ പറയാ, പനി. പനി എന്നാണ് വെള്ളത്തിന് പറയാം, എല്ലാവർക്കും അറിയാം. അതുപോലെ റോസും ഉണ്ടാവുന്ന മുള്ള്. റോസ്, നമ്മുടെ റോസ് ചെടി ഉണ്ടല്ലോ, അതുമ്പോ മുള്ളുണ്ടാവും. അതുമേന്നല്ല, മുള്ള്. മുള്ളിനെ പറയുന്നത് കാട്ടാന്നാട്ടോ. കാട്ട, മുള്ള്. അതുപോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോ നമ്മൾ ആദ്യം തന്നെ എന്താ, മുറ്റാണ് അല്ലെ. മുറ്റം പറഞ്ഞില്ല, അങ്കൺ. അങ്കൺ എന്ന് പറഞ്ഞ മുറ്റം. മുറ്റത്ത് പുല്ലൊക്കെ ആണെങ്കിൽ ഗാസ്. പുല്ലിന് എന്താ പറയാ, ഗാസ്. ഇനി കിണറുണ്ടെങ്കിലോ, കിണറിന് എന്താ പറയാ, കൂവ. കൂവ എന്നാണ് കിണറിനെ പറയാ കേട്ടോ, കൂവ. ഇനി ചെളിയാണെങ്കിൽ കീച്ചട്ട് എന്നാ പറയാ. ചെളീനെ പറയുന്നത് കീച്ചട്ട്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ. ഇനി നമുക്കൊന്ന് റോഡിലോട്ട് ഇറങ്ങിയാലോ. റോഡ്. റോഡിനെ പറയുന്നത് സടുക്ക് എന്നാണ്. സടുക്ക് എന്ന് പറഞ്ഞാൽ റോഡ്. ഓക്കെ, ഇനി വഴിയാണെങ്കിൽ, ഇപ്പൊ റോഡല്ല, നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്ന വഴി എന്ത് എന്ന് ചോദിക്കൂലേ, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി. വഴിനെ സടുക്ക് എന്നല്ല പറയാ, റോഡിനെയാണ് സടുക്ക് എന്ന് പറയാം.
വഴീനെ പറയുന്ന രാസ്ത. രാസ്ത രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. പിന്നെ കാണ കാണും അല്ലെ, കാണ. കാണേനെ ഹിന്ദിയിൽ പറയുന്നത് നാളി എന്നാണ്, നാളി. ഓക്കെ. പിന്നെ ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിന് എന്താ പറയാ? ബിജലി കാ കമ്പ. കമ്പ അതാണ് പോസ്റ്റ് കേട്ടോ. ബിജലി കാ കമ്പ എന്ന് പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റ് ആണ്. അപ്പോ ബിജലി എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിനെയാണ് അല്ലെ, കറണ്ടിനെ പറയുന്നത് ബിജലി. ഓക്കെ. ഇനി അതുപോലെ തന്നെ സിറ്റി. സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമമുണ്ട് അല്ലെ. സിറ്റീനെ ഷഹർ എന്നാ പറയാം. ഷഹർ. ഷഹർ സിറ്റി. ഇനി വില്ലേജ് ആണെങ്കിൽ ഗാവ്. ഗാവ് ഗ്രാമം കേട്ടോ, ഗാവ്. ഇനി ഇപ്പൊ റോഡിന്റെ സൈഡിൽ കുറ്റിക്കാട് എന്നൊക്കെ പറയില്ലേ, കുറ്റിക്കാട് കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ടുള്ളത്, അങ്ങനെ ജാടി എന്നാ പറയാ കേട്ടോ. ഇപ്പൊ ഒരു പാമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജാഡിയോക്കെ അന്തർ. ജാഡിയോക്കെ അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കാടിനുള്ളിലേക്ക്. അപ്പൊ കുറ്റിക്കാട് എന്നുള്ള വാക്കിന് ജാടി എന്ന് പറയാം കേട്ടോ. ശരി. അടുത്തത് നമ്മൾ കാണുന്നത് വണ്ടികൾ അല്ലെ. വാഹനത്തിനെ പറയുന്നത് ഗാഡി. ഗാഡി. അപ്പൊ കാളവണ്ടിയാണെങ്കിൽ ബെയിൽ ഗാഡി എന്ന് പറയാം. ബെയിൽ ഗാഡി, കാളവണ്ടി. ഇനി അതുപോലെ തന്നെ ഉന്തുവണ്ടിയല്ലോ. ഉന്തുവണ്ടിനെ പറയുന്നത് തേലാന. തേല എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടി. ഇനി അതുപോലെ തന്നെ മനുഷ്യനെ കാണും അല്ലെ. മനുഷ്യന് എന്താ പറയാന്നറിയോ? ഇൻസാൻ. ഇൻസാൻ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇനിയിപ്പോ പുരുഷനും സ്ത്രീയും. പുരുഷന് ആത്മീ എന്ന് പറയാം. ഓക്കെ, ആത്മീ. അതുപോലെ തന്നെ സ്ത്രീ ഔറത്ത്. ഔറത്ത് സ്ത്രീ. ഓക്കെ. പിന്നെന്താ? ജനങ്ങൾ അല്ലെ. ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. ലോക് ജനം. ഓക്കെ, ഇനി എന്താ? ഇനി ജാൻവർ. ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. ജാൻവർ മൃഗങ്ങൾ. അതുപോലെ തന്നെ പക്ഷികളെ ആണെങ്കിൽ ചിടിയ. ചിടിയ പക്ഷി. ചിടിയ പക്ഷികൾ. ഓക്കെ, ചിടിയ അതാണ് പക്ഷി. ഇനി എന്താ? മീൻ. മീൻ എന്താ പറയാ? മീനെ ഹിന്ദിയിൽ പറയുന്നത് മച്ചലി. മച്ചലി മീൻ. ഓക്കെ. അതുപോലെ തന്നെ മധുമക്കി. മധുമക്കി എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ചേനെയാണ്. മധു, തേൻ. അപ്പൊ തേനെ പറയുന്നത് ഷഹദ് എന്നും കൂടി കേട്ടോ. ഷഹദ്. ഷഹദ് എന്ന് പറഞ്ഞാൽ തേനാണ്. അപ്പൊ തേനീച്ചനെ പറയുന്നത് മധുമക്കി. അപ്പൊ ഈ മക്കി എന്താണ്? ഈച്ച. മക്കി ഈച്ച. അപ്പൊ മച്ചറോ? കൊതുകിനെ പറയുന്നത് മച്ചർ എന്നാട്ടോ. മച്ചർ കൊതുക്. ഇനിയിപ്പോ മച്ചർ പറഞ്ഞപ്പോ മച്ചർദാനി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മച്ചർദാനി എന്ന് പറഞ്ഞാൽ കൊതുക് വലയാണ്. മച്ചർദാനി കൊതുക് വല. ഓക്കെ. അതുപോലെ തന്നെ ഒന്നുകൂടി പൂമ്പാറ്റേനെ. പൂമ്പാറ്റേനെ പറയുന്നത് തിത്തലി. തിത്തലി പൂമ്പാറ്റ. ഇതിലെല്ലാം ഉള്ളത് ഇപ്പൊ മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും മീനിലും ഒക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് അല്ലെ. ജീവൻ. ജീവൻ എന്താ പറയാ? ജാൻ. ജാൻ എന്നാണ് നമ്മുടെ ജീവനെ പറയാം. ജാൻ ബച്ചുകയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ജാൻ ജീവൻ. ഇനി കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഈസി ആയിട്ടുള്ളത്. മഴവില്ല്, ആകാശം, ചന്ദ്രൻ, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, ഇതിനൊക്കെ എന്താ പറയണേ? ആകാശം. ആസ്മാൻ അല്ലെ. ആസ്മാൻ ആകാശം. അതുപോലെ തന്നെ ചന്ദ്രനെ ആണെങ്കിൽ ചാന്ദ്. സൂര്യനെ ആണെങ്കിൽ സൂരജ് അല്ലെ. സൂരജ്, സൂര്യൻ, ചാന്ദ്, ചന്ദ്രൻ. ഇനി മഴവില്ല്. മഴവില്ലിന് എന്താ പറയാ? ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ് മഴവില്ല്. ഓക്കെ. ഇനി മേഘം. മേഘത്തിന് പറയുന്നത് ബാദൽ. ബാദൽ മേഘം. ഇനി മഴ. മഴ എന്താ പറയാ? ബാരിഷ്. ബാരിഷ് മഴ. ഓക്കെ. അടുത്തത് തണുപ്പ് അല്ലെങ്കിൽ ചൂട് എന്നൊക്കെ പറയില്ലേ? ഗർമി ചൂട്, ടണ്ട് തണുപ്പ്. ഗർമി ചൂട്, ടണ്ട് തണുപ്പ്. അതുപോലെ തന്നെ വെയില് ധൂപ്. ധൂപ് എന്ന് പറയാം കേട്ടോ. വെയില് ധൂപ്. പിന്നെ വെളിച്ചാണെങ്കിൽ റോഷ്നി. റോഷ്നി വെളിച്ചം. അപ്പൊ ഇരുട്ടാണെങ്കിലോ? അന്തേര. അന്തേര ഇരുട്ട്. മനസ്സിലായോ? ഓക്കെ. ഇനി താര. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നക്ഷത്രം താര അറിയാലോ എല്ലാവർക്കും. ശരി. കാറ്റിന് എന്താ പറയാ? കാറ്റ്. ഹവ. ഹവ കാറ്റ്. അതുപോലെ തന്നെ കൊടുങ്കാറ്റാണെങ്കിൽ സ്റ്റോം ഉണ്ടല്ലോ, കൊടുങ്കാറ്റിനെ പറയുന്നത് തുഫാൻ എന്നാണ്.
തുഫാൻ, കൊടുങ്കാറ്റ്. ഓക്കെ, ഇനി തീനെ പറയുന്നത് ആഗ്. ആഗ് എന്ന് പറഞ്ഞാൽ തീ, ആഗ്. അതുപോലെ തന്നെ ഐസിനെ പറയുന്നത് ബർഫ്. ഐസ്, ബർഫ്, ബർഫ് എന്ന് പറയാം കേട്ടോ. കശ്മീരിലൊക്കെ ബർഫ് ഗിർ എന്ന് പറയുന്നത് ഐസ് വീഴുന്നതാണ് കേട്ടോ, ബർഫ്. ശരി, ഇനി നമുക്ക് കാടും മലകളൊക്കെ അല്ലെ. കാടിന് എന്താ പറയണേ? കാടിനെ പറയുന്നത് ജംഗൽ അല്ലെ, ജംഗൽ, കാട്. അതുപോലെ തന്നെ നദീനെ നദി എന്ന് തന്നെ പറയാം കേട്ടോ, അതല്ലേ എളുപ്പം. മലേനെ പഹാഡ്, പഹാഡ് എന്ന് പറയാം. അതുപോലെ തന്നെ പർവ്വതം എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ പര്യായ പദങ്ങൾ എല്ലാത്തിനും ഉണ്ട്, കുറച്ച് കോമൺ ആയിട്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. ഇനി നദിയിൽ പാലം ഉണ്ടാവും, ആ പാലത്തിന് എന്താ പറയാ? ബ്രിഡ്ജിനെ പുൾന്നാണ്. പുൾ, പാലം, പുൾ. ഇനി കടലിനെ സമുദ്രം എന്ന് പറയാം. സമുദ്ര, കടൽ, സമുദ്ര. അപ്പൊ കടലിലെ തിരമാലേനെ പറയുന്നത് ലഹർ എന്നാണ്. ലഹർ, തിരമാല. അതുപോലെ തന്നെ വെള്ളച്ചാട്ടാണെങ്കിൽ വെള്ളച്ചാട്ടത്തിനെ പറയുന്നത് ജർണ എന്നാണ്. ജർണ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം. ഓക്കെ, ഇനി നമുക്കൊരു അടുത്ത കാറ്റഗറി നോക്കാം. കുറച്ച് പ്ലേസസ്, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെ എങ്ങനെയാ പറയാന്നുള്ളത്. ഇപ്പൊ നോർമലായിട്ട് ഇപ്പോ അമ്പലം, പള്ളി, മുസ്ലിം പള്ളി അങ്ങനെയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. അമ്പലത്തിനെ പറയുന്നത് മന്ദിർ എന്നാണ്, മന്ദിർ. അതുപോലെ തന്നെ മുസ്ലിം പള്ളി മസ്ജിദ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ചർച്ച് ആണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളി ഗിരിജാഗർ എന്നാ പറയാ കേട്ടോ, പള്ളി. ഇനി പോസ്റ്റ് ഓഫീസിനെ പറയുന്നത് ഡാക്ഘർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്. ഡാക്കിയ, പോസ്റ്റ്മാൻ, ഡാക്കിയ. ഓക്കെ, പിന്നെ എന്താണ്? പോലീസ് സ്റ്റേഷനെ താന എന്നാണ് പോലീസ് സ്റ്റേഷനെ പറയാം. അതുപോലെ തന്നെ പോലീസിനെ കള്ളനെ ചോർ എന്നിട്ട് പറയാം, ചോർ, കള്ളൻ. ശരി, ഇനി അസ്പത്താൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, അസ്പത്താൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്നും പറയും. അതുപോലെ തന്നെ ചികിത്സക് എന്നും പറയും, ചികിത്സക്. ഓക്കെ, അതുപോലെ തന്നെ ഇനി മെഡിസിൻ, ദവ എന്ന് പറഞ്ഞാൽ മെഡിസിൻ. ഓക്കെ, ശരി. അടുത്തത് സ്കൂളിന് എന്താണ്? വിദ്യാലയം. നോർമലി നമ്മൾ മലയാളം പറയണ പോലെ തന്നെ അല്ലെ, വിദ്യാലയം എന്നാണ്. അതുപോലെ സ്റ്റുഡന്റിനെ ഛാത്ര എന്നാ പറയാം കേട്ടോ, വിദ്യാർത്ഥികൾ, ഛാത്ര. അതുപോലെ തന്നെ അധ്യാപകനും അധ്യാപികയും. ഓക്കെ, അടുത്തത് റെസ്റ്റോറന്റ് പറയുന്നത് ഭോജനാലയം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഭോജനാലയം. ഓക്കെ, പിന്നെ ഫയർ സ്റ്റേഷൻ ദംകൽ കേന്ദ്ര എന്ന് പറഞ്ഞാൽ ഫയർ സ്റ്റേഷനാണ്. ഓക്കെ, പിന്നെ ബാങ്കിനെ ഹിന്ദിയിലും ബാങ്ക് തന്നെ പറയാം. അക്കൗണ്ടിനെ പറയുന്നത് ഖാത്ത എന്നാണ്. ഖാത്ത എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ആണ് കേട്ടോ, അക്കൗണ്ട്, ഖാത്ത. ഇനി കോടതി, അദാലത്ത്, വക്കീലിന് തന്നെ കേട്ടോ പറയാം, ഹിന്ദിയിലും വക്കീലിന് തന്നെ പറയാം. ഓക്കെ, സോൾജിയറിനെ പറയുന്നത്, ജവാനെ പറയുന്നത് ഫൗജി എന്നാട്ടോ, ഫൗജി. പിന്നെ ആയുധങ്ങളെ പറയുന്നത് ഹത്തിയാർ എന്നാണ്. ഹത്തിയാർ എന്ന് പറഞ്ഞാൽ ആയുധം. തോക്കാണെങ്കിൽ ബന്ദൂക്ക്, തോക്ക്. ഓക്കെ, പിന്നെന്താ? മൈതാനം, നമ്മൾ കളിസ്ഥലം എന്നൊക്കെ പറയില്ലേ, കേൾക്കാൻ മൈതാനം എന്ന് പറഞ്ഞാൽ കളിസ്ഥലം എന്നാണ്. കുട്ടികൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട്, അതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഈ ഒരു കാറ്റഗറി അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ സ്വർണ്ണ, വെള്ളിയാണല്ലോ മെയിൻ ആയിട്ട്. സ്വർണത്തിന് എന്താ പറയാ? സോന, എല്ലാവർക്കും പറയാം. വെള്ളീനെ ചാന്തി അല്ലെ, ചാന്തി, വെള്ളി. ഇനി ഇരുമ്പാണെങ്കിൽ ലോഹ എന്നാട്ടോ പറയാം, ഇരുമ്പിനെ ലോഹ എന്നാ പറയാം. ഓക്കെ, ഇനി എന്താ? നമ്മള് പുറത്ത് കടകളുണ്ടല്ലോ, കടയിൽ എന്താ പറയുന്നത്? ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട. അപ്പോ കടയിൽ എന്താണ്? പാത്രങ്ങളുടെ കട ഉണ്ടാവും. പാത്രങ്ങളെ പറയുന്നത് ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം. ഓക്കെ, അതുപോലെ തന്നെ തുണീനെ പറയുന്നത് കപ്പട. ഓക്കെ, കപ്പട, തുണി. ഇനി പാത്രമുണ്ട്, തുണിയുണ്ട്. സാധനങ്ങൾ എന്താ പറയാ? ചീസ് എന്ന് പറയും. അതുപോലെ തന്നെ സാമാൻ എന്ന് പറയും. സാമാൻ എന്ന് പറയുന്നത് ഹിന്ദിയിലെ സാധനങ്ങൾ. സാമാൻ ലേനെ ജാര എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ പോവാന്നാണ്, മനസ്സിലായോ? അപ്പൊ സാധനങ്ങൾ. ഇനി ഇപ്പൊ സാധനങ്ങൾ നമ്മൾ തൂക്കില്ലേ, അതിന്റെ വെയിറ്റിനെ പറയുന്നത് വജൻ എന്നാണ് കേട്ടോ,
വചൻ. വചൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ്. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം കൂടെ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. എങ്ങനെയാ പറയാം? രാവിലെ സുബഹ് എന്നാണ്, സുബഹ്. ഉച്ചയ്ക്ക് ദോപ്പയർ, ദോപ്പയർ എന്നാണ് ഉച്ചയ്ക്ക് എന്ന് പറയുന്നത്, ഉച്ച. ഇനി അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ശ്യാം, വൈകുന്നേരം ശ്യാം. ഓക്കെ, രാത്രിയാണെങ്കിൽ രാത്രി, രാത്രിനെ പറയുന്നത് രാത്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വീഡിയോയില് നമ്മൾ 100 വേർഡ്സ് ആണ് നോക്കിയിരിക്കുന്നത്. 100 കൂടുതൽ ഉണ്ടാവുമായിരിക്കും, കുറയാൻ വഴിയില്ല. നിങ്ങൾ എല്ലാം എഴുതിയെടുത്തെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയോളൂ കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സീരീസിൽ പല ക്ലാസ്സുകളായിട്ട്, പല കാറ്റഗറി ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിൽ നിന്നല്ല, പല കാറ്റഗറിയിൽ നിന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് ഒരു 100 കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കിയത്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത്ര ഹിന്ദി വാക്കുകൾ നമുക്കറിയാം. പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അറിവ് ഹിന്ദിയുടെ വാക്കുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.